ഇപ്പോൾ എറണാകുളം റൂറൽ SP മാധ്യമങ്ങളെ കാണുകയാണ്. കൊച്ചിയിലെ അവയവക്കടത്ത് കേസിൽ സുപ്രധാന അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് റൂറൽ SP വിശദീകരിക്കുന്നത്. തത്സമയ സംപ്രേഷണം. പക്ഷേ ഏകദേശം മെയിൻ ആൾക്കാർ നമ്മുടെ കസ്റ്റഡിയിലേ ഉള്ളൂ. റെസിപ്പിയൻസിന്റെ വിവരമുണ്ട് നമ്മുടെ കേസിൽ ഏകദേശം എല്ലാ ഡോണേഴ്സ് എല്ലാ റെസിപ്പിയൻസിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ബാക്കി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിൽ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്. 370 IPC ആൻഡ് ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് 1990. അത് പറയാൻ പറ്റിട്ടില്ല. പക്ഷേ ഗൗരവമുള്ള എല്ലാ ലീഗൽ നടപടി നമ്മൾ ഓൾറെഡി സ്വീകരിച്ചു. അത് ടൂർഗൈഡ് അത് ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. അത് നമ്മൾ പറയാൻ പറ്റില്ല. അവിടെ ഇറാൻ നിന്ന് ഈ എല്ലാ റിക്വസ്റ്റ് ഒരു റിസീവർ ഒരു കുറിച്ച് റിസീവർക്ക് ഒരു ഗൗരവമുള്ള ഒരു കിഡ്നി എൻ്റെ ആവശ്യം വരുമ്പോൾ ഈ പ്രതാപനെ കോൺടാക്ട് ചെയ്തിരുന്നു ഡോണർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ പ്രതാപൻ തന്നെ ഈ എല്ലാ ഡോണേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് മധുക കൊടുത്തിട്ടുണ്ട്. ഈ ജോലി തന്നെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രം. ആദ്യം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഈ സമയത്ത് വരെ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഈ ആളുടെ കസ്റ്റഡി എടുക്കണം. അത്ര പെട്ടെന്ന് അത് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ ടീം സക്സസ്ഫുള്ളി ഹൈദരാബാദ് പോയിട്ട് ഇവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. It is I will give it in writing, okay? Because I think it is resonance is happening in the mic. Ballam Ramprasad Konda. BALLAM, na? B. Konda. KONDA. K. Any questions? English. കൊച്ചി അവയവക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബല്ലംകൊണ്ട രാംപ്രസാദ് പ്രതാപ് എന്നറിയപ്പെടുന്ന ഇയാൾ വിജയവാഡ സ്വദേശിയാണ്. ഈ അവയവക്കടത്ത് റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ണിയാണ് അയാളെ വിജയകരമായി പിടികൂടാൻ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
അയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത്. എറണാകുളം റൂറൽ SP ആണ് ഈ വിഷയം ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് റൂറൽ SP വിശദീകരിക്കുന്നത്? ഈ അറസ്റ്റ് ഈ കേസിലെ തുടരന്വേഷണത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ്, എത്ര നിർണായകമാണ്? വിജയകുമാർ, ഈ വാർത്ത ഇങ്ങനെ ഒരു റാക്കറ്റിനെ പിടികൂടി എന്നുള്ള വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് 24 ആണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം അതൊരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഒരു പ്രധാനി ഇതിലുണ്ട്, മുഖ്യ കണ്ണിയുണ്ട്, അയാളാണ് ഇതെല്ലാം നിയന്ത്രിച്ചത് എന്നുള്ള വാർത്ത പുറത്തുവിട്ടതും 24 ആണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കണ്ണിയെ, സൂത്രധാരനെ പോലീസ് പിടിച്ചിരിക്കുന്നു. അയാളുടെ പേര് പ്രതാപൻ എന്നാണ്. ബൽറാം രാംപ്രസാദ്, അയാളുടെ അവിടുത്തെ വെല്ലംകൊണ്ട രാംപ്രസാദ് എന്നാണ് അയാളുടെ പേര്. പ്രതാപൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം. ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ്, വിജയവാഡ സ്വദേശിയാണ് എന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു. ഇരകളാക്കപ്പെട്ട കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്നും കിട്ടി എന്നും മനസ്സിലാകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു ദാതാവിനെ മാത്രമാണ് കണ്ടെത്താനായത് എന്നും പോലീസ് പറയുന്നു. അത് പാലക്കാട് സ്വദേശി ഷമീർ ആണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഷമീറിന് വേണ്ടി കോയമ്പത്തൂരിൽ തെരച്ചിൽ നടക്കും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഷമീറിനെ ചെന്നൈയിൽ നിന്നും പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഷമീർ എവിടെയാണെന്ന് പോലീസിന് അറിയാം, നേരിട്ട് കണ്ടു. പക്ഷേ ഷമീറിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ അവിടെ പെൺസുഹൃത്തിനൊപ്പം ഷമീർ ചെന്നൈയിൽ താമസിക്കുകയാണ്. ഈ അവയവം കൊടുത്തു തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത തരത്തിൽ അയാൾ അവശനാണ്. അതിനാലാണ് പോലീസ് അവിടെ ഉപേക്ഷിച്ചു വന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് സോളിഡ് വിവരം തന്നെയാണ് ഷമീറിന്റെ കാര്യത്തിൽ. പക്ഷേ പോലീസിന് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും. അയാളുടെ ആരോഗ്യാവസ്ഥ അത്ര മോശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇറാനിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചത് സാബിത്തും കൊച്ചി സ്വദേശി മധുവുമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വെല്ലം രാംപ്രസാദ് ഗുണ്ട, ഇയാളുടെ പേര് അങ്ങനെയാണ്. പ്രതാപൻ എന്നാണ് ഇയാൾ പരക്കെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ വിജയവാഡ സ്വദേശി ആയിട്ടുള്ള വ്യക്തിയുടെ പേര് അങ്ങനെയാണ്. ഇതിൽ ഇനിയും ആളുകളുണ്ടോ? ഇതൊരു വലിയ റാക്കറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഇനിയും ആളുകൾ ഉണ്ടാകും. അവരിതിൽ എത്ര പ്രധാനപ്പെട്ടതാണ്? അവരെവിടൊക്കെ, അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഇനിയും ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിജയകുമാർ. കാരണം ഉത്തർപ്രദേശ്, ബാംഗ്ലൂർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരകളുണ്ട്, ധാരാളം ഇരകളുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ തന്നെ അന്വേഷണ സംഘം. ആ ഇരകളിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. എത്രത്തോളം അത് ഫലപ്രദമാകുമെന്നറിയില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അവയവം സ്വീകരിച്ചവരിൽ മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിൽ നിന്നും ഒരുപക്ഷെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തും. മറ്റൊന്ന്, ഇത് പണം വാങ്ങി എന്ന് തെളിയിക്കുന്നത് കുറച്ച് ശ്രമകരമായിരിക്കും. കാരണം നോട്ടറി അറ്റസ്റ്റ് ചെയ്ത പേപ്പറിൽ, അത് ഫോമിൽ ഞാനിത് സ്വമേധയാ നൽകുന്നതാണ്, പണമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷമാണ് ഈ ആളുകളെ കൊണ്ടുപോയി ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പണം കൈപ്പറ്റി എന്ന് പറയുന്നത് തെളിയിക്കാൻ കുറച്ചധികം പണിപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ വ്യാപകമായി ഇതിൽ നടന്നു എന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇറാൻ കേന്ദ്രീകരിച്ചത് കോർഡിനേറ്റ് ചെയ്ത ചില ആളുകൾ കൂടിയുണ്ട്. അത് രാജ്യാന്തര. ശരി ശ്രീകാന്ത്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് ഈ പ്രധാനപ്പെട്ട ഇതിലെ കണ്ണിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്യും. ഇയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. വിജയവാഡ സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായ പ്രതാപൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.